അത് ഈ നോമ്പിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഇന്ന് വരെ അനുഷ്ഠിച്ചതായ നോമ്പ് ഈ രീതിയിലാണോ എന്നുള്ള ഒരു സ്വയവിശകലനം നടത്തുകയും തുടർ ദിനങ്ങളിൽ അത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനുള്ളതായ താല്പര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ചയാണ്. സഭ കാതോലിക്ക ദിനമായിട്ട് ആദരിക്കുന്നതായ ദിനം അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതായ ദിനമായിട്ടാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ സന്ധ്യയിൽ നാം വായിച്ചു കേട്ടതായ വിശുദ്ധമായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ളതായ വേദഭാഗമായിരുന്നു. അവിടെയും ഒരു